സംസ്ഥാനത്ത് വീണ്ടും മഴ മുന്നറിയിപ്പ്. വടക്കൻ ജില്ലകളിൽ മഴ ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. സ്വാന്തന സാജു ചേരുന്നു. സ്വാന്തന, പുതിയ മുന്നറിയിപ്പുകൾ എങ്ങനെയാണ്? റോഷ്നി, സംസ്ഥാനത്ത് ഇന്നും നാളെയും കൂടി മഴ തുടരുമെന്നുള്ള ഒരു അറിയിപ്പ് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ നൽകിയിരുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ നൽകിയ അലർട്ടുകൾ പ്രകാരം ഇന്നും നാളെയുമൊക്കെ മഴ കുറയും എന്നായിരുന്നു. പക്ഷേ എന്തായാലും ഇന്നും നാളെയും കൂടി ഇപ്പോൾ വ്യാപകമായി തന്നെ മഴയുണ്ടാകും ഇപ്പാണ് വന്നത്. ഇപ്പോൾ ഇന്നത്തെ മുന്നറിയിപ്പിലേക്ക് വരികയാണെങ്കിൽ 4 ജില്ലകൾ നിലവിൽ ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് റോഷ്നി ഉള്ളത്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഈ 4 ജില്ലകളിലാണ് ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ജില്ലകളിലൊക്കെ തന്നെയും അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത വരും മണിക്കൂറിലുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുമാത്രവുമല്ല 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, അതുപോലെ തന്നെ മലപ്പുറം ഈ 4 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റ് 6 ജില്ലകളിലും യെല്ലോ അലർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെ ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് ഉള്ള ഒരു ദിവസമാണ്. ഇനി നാളത്തെ മുന്നറിയിപ്പിലേക്ക് വരികയാണെങ്കിൽ നാളെ 10 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത്. 10 ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ ഉണ്ടാകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം ഉള്ള 3 ദിവസം നിലവിൽ ഒരു മുന്നറിയിപ്പും നൽകിയിട്ടില്ല. വരുന്ന 5 ദിവസത്തേക്കുള്ള മഴ മുന്നറിയിപ്പാണ് വന്നിരിക്കുന്നത്. ഇന്നും നാളെയും കഴിഞ്ഞാൽ പിന്നെ 3 ദിവസം മഴ മുന്നറിയിപ്പ് ഒന്നും തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല. മഴയുടെ ശക്തി കുറയും എന്ന് തന്നെയാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത്. നിലവിൽ ഇപ്പോൾ ബംഗാൾ ഉൾക്കടലിൽ 2 ചക്രവാത ചുഴികൾ നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ ഒരു സ്വാധീന ഫലമായിട്ടാണ് നിലവിൽ ഇപ്പോൾ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരപ്രകാരം റോഷ്നി കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ തന്നെയും വടക്കൻ ജില്ലകളിലാണ് കൂടുതൽ മഴ ലഭിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ മധ്യ കേരളത്തിലും അതുപോലെ തന്നെ തെക്കൻ ജില്ലകളിലും കൂടി ഇന്ന് രാത്രിയൊക്കെ തന്നെ മഴയുണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് കൂടി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കടൽ വലിയ രീതിയിൽ പ്രക്ഷുബ്ധമാണ്. അതുകൊണ്ട് തന്നെ നാളെ വരെ ഇപ്പോൾ മത്സ്യബന്ധനത്തിനുള്ള വിലക്കും ഉണ്ട്. ഇപ്പോൾ ഇന്നും വിലക്കുണ്ടായിരുന്നു. അതുപോലെ നാളെ വരെ ഈ വിലക്ക് തുടരും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പും അതുപോലെ തന്നെ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും ഒക്കെ തന്നെ വ്യക്തമാക്കുന്നത്. ശരി, സാന്ത്വനയാണ് പുതിയ മഴ മുന്നറിയിപ്പുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത്.